ഗാസയിൽ നടന്ന 25,000 മരണങ്ങളിൽ 70% വരെ സ്ത്രീകളും കുട്ടികളുമാണെന്ന് വ്യക്തമാക്കി യൂണിസെഫ് വൈസ് ഡയറക്ടർ ജനറൽ ടെഡ് ചൈബാൻ. മാനുഷിക സാഹചര്യം വിലയിരുത്തുന്നതിനായി അടുത്തിടെ നടത്തിയ 3 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഈ വെളിപ്പെടുത്തൽ. സംഘർഷത്തിൻ്റെ ഫലമായി ഗാസയിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 85%, അതായത് 1.9 ദശലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ കുടിയൊഴിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അവർ ഭയാനകമായ ജീവിത സാഹചര്യങ്ങൾ നേരിടുന്നുവെന്നും ടെഡ് ചൈബാൻ ചൂണ്ടിക്കാട്ടി. കുട്ടികളെ ബാധിച്ച ഉദരസംബന്ധമായ രോഗാവസ്ഥകളിലും കുട്ടികളുടെ പോഷകാഹാരക്കുറവിലും അസുഖങ്ങളിലുമുണ്ടായ ഗണ്യമായ വർധനവ് സ്ഥിതി അതിവേഗം വഷളാക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടിസ്ഥാന ആവശ്യങ്ങളുടെ ലഭ്യത വളരെ പരിമിതമാണ്. പ്രത്യേകിച്ച് ഗാസയുടെ വടക്കുഭാഗത്ത് 2,50,000 മുതൽ 3 ലക്ഷം വരെ ആളുകൾക്ക് ശുദ്ധജലവും ആവശ്യത്തിന് ഭക്ഷണവും ലഭ്യമല്ല. ദിവസേന കുട്ടികളെയും അവരുടെ കുടുംബങ്ങളെയും കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നത് തടയാൻ മാനുഷികമായ വെടിനിർത്തലിനായുള്ള അടിയന്തര ആവശ്യകത യൂണിസെഫ് വൈസ് ഡയറക്ടർ ജനറൽ ഊന്നിപ്പറഞ്ഞു.